കേണൽ ഡിന്നി, ഇവിടിപ്പോ ഈ വിഷയത്തിൽ ഹോർമുസിലെ സാഹചര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ? ഹോർമുസിൽ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അവിടെ ടോൾ കൊടുത്ത് കപ്പലുകൾ കൊണ്ടുവരിക എന്നതുപോലും ഇന്ത്യ പരിഗണിക്കുന്നില്ല. ഫ്രീ ആയി കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം. ഇക്കാര്യം ഇന്ത്യൻ പ്രതിനിധി UN-ൽ ആവശ്യപ്പെട്ട് ശക്തമായ ഭാഷയിൽ ഇന്ത്യ അവിടെ നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഹോർമുസിലെ ഇറാൻ ആധിപത്യം എന്നത് ഇന്ത്യക്ക് അംഗീകരിച്ച് നൽകാൻ പറ്റുന്ന വിഷയമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പൂർണ്ണ ആധിപത്യം ആർക്കും ലഭിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സ്വീകാര്യമായ സാഹചര്യമല്ല. ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി വരുന്നുണ്ടോ? ആരെയും പിണക്കാതെ ഒരു നയതന്ത്ര സമീപനം ഇതിൽ സ്വീകരിക്കുക എന്നത് വരും ദിവസങ്ങളിലും ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളിയാകുമോ? നോക്കൂ മാം, ഇപ്പോഴത്തെ ഈ ഒരു വിഷയം, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ ഒരു ഇറാൻ US യുദ്ധം തന്നെ വേണമെങ്കിൽ പറയാം, യുദ്ധം തന്നെ ആണ് ആക്ച്വലി. അപ്പൊ അതിനെ ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതിനകത്ത്. കാരണം ഇന്ന് ഇന്ത്യ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഡിപ്ലോമസിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ ഇതിനെ കാണുന്നത്, ഞാൻ ഈ കാണുന്നത് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ 2 കപ്പലിനെ തടയുകയും അതിനകത്ത് അവര് ഫയർ ചെയ്തതൊക്കെ അത് മനഃപൂർവ്വമായിട്ട് ഇന്ത്യയുടെ അഗേൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മൾ കാണാൻ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. കാരണം ഇതിനകത്ത് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ നടക്കുന്ന സാഹചര്യം നോക്കൂ. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ മുമ്പാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടത്. ഡൊണാൾഡ് ട്രംപ് പറയാണ്, എന്റെ റെപ്രസെന്റേറ്റീവ്സ് നാളെയോ മറ്റന്നാളോ അങ്ങാണ്ട് ഇസ്ലാമാബാദിൽ പോവും, ഞങ്ങൾ വീണ്ടും ചർച്ച തുടങ്ങും എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതായത് മണിക്കൂറിനകത്ത് ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന സാഹചര്യമാണ്. അപ്പൊ ആ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് പോലും ഇപ്പൊ നമ്മൾ ചാനൽ ചർച്ച തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം നേരെ വിപരീതമായിട്ട് വേറെ എന്തെങ്കിലും പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ഫ്ലക്സ് ഉള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ലോകത്തുണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നോക്കൂ, ഇപ്പൊ ഒരു 3-4 ദിവസം മുമ്പ് തന്നെ ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇറാനും US-ഉമായിട്ട്. അപ്പൊ അതിനകത്ത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് വന്നു. അതായത് ഒരു അഗ്രിമെന്റിലേക്ക് പോകാം, അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും കാണാം, അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. 2-3 കാര്യങ്ങൾ മാത്രമായിരുന്നു ഒരു സ്റ്റിക്കിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു യോജിപ്പിലേക്ക്. അത് ഒന്ന്, യുറേനിയത്തിന് എങ്ങനെ കൈമാറണം, ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എത്ര വർഷത്തേക്ക് ബാക്ക്ലോട്ട് ആക്കണം, US 20 വർഷം എന്ന് പറഞ്ഞു, ഇറാൻ 5 വർഷം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ മൂന്നാമത് ഈ പ്രോക്സീസ്, ഹിസ്ബുള്ള മറ്റുള്ള കാര്യങ്ങൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്, ഇങ്ങനെ 2-3 വിഷയത്തിലാണ് ഈ സ്റ്റക്കായി നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് തന്നെ വന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എഗ്രിമെന്റ് ഒക്കെ എത്തിക്കഴിഞ്ഞു, നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ വന്ന സമയത്താണ് ഇറാൻ പറഞ്ഞ, ഓക്കെ, ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തുറന്നു തരുന്നുണ്ടോ, എല്ലാവർക്കും വേണ്ടി തുറക്കുന്നു. അപ്പൊ ഉടനെ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ ജയിച്ചു, വിക്ടറി നോക്കൂ. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ, ഇറാൻ ഒരു കഴിവില്ലായിരുന്നു, ഇറാന്റെ നേവി ഒന്നും ഇല്ലായിരുന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പൊ ഉടനെ പിന്നെ ഇറാന്റെ ഉള്ളിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നു. നിങ്ങൾ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അതിന്റെ ഉപേക്ഷിച്ചിട്ടാണോ ചെയ്തതെന്ന് അവിടുത്തെ ജനത, അവിടുത്തെ സ്പീക്കറും ഫോറിൻ മിനിസ്റ്ററുമായിട്ടൊക്കെ ഉള്ള കാര്യം അവർക്ക് ചോദ്യം ചെയ്തു. പിന്നീട് സ്പീക്കറിന് ഇപ്പൊ നമ്മൾ നടത്തുന്ന ചാനൽ ചർച്ച പോലെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറയേണ്ടി വന്നു, അങ്ങനല്ല, ഞങ്ങൾ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തുറക്കുന്നില്ല എന്നുള്ള രീതി. അപ്പൊ വീണ്ടും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചു. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കൺഫ്യൂഷൻ നടക്കുന്ന സമയത്താണ് പിന്നെ അപ്പം അതിനിടയ്ക്ക് US പറയാണ്, നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ കൗണ്ടർ ആയിട്ട് ഞങ്ങൾ അടയ്ക്കുന്നു. അപ്പൊ ഒരിക്കൽ ഓൾറെഡി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ US എങ്ങനെയാണ് വീണ്ടും നേവൽ ബ്ലോക്കേഡ് ചെയ്യുന്നത് എനിക്കതറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും വന്നു. ഇതിന്റെ ഇടയ്ക്കാണ് ഈ IRGCയുടെ നേവൽ കോമ്പറ്റൻസ്, അവിടെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വിഷ്വൽസ് കണ്ടാൽ തന്നെ അറിയാം, ചെറിയൊരു ബോട്ടിൽ വന്നിട്ടാണ് അവർ ഫയറൊക്കെ ചെയ്തിട്ട് പോകുന്നത്. അവരടുത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞു പോകാമെന്ന്. അപ്പൊ അവരുടെ ആ ലിസ്റ്റിൽ പ്രകാരം 2ാം നമ്പർ ഷിപ്പായിരുന്നു നമ്മുടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെയൊക്കെ മാറി മറിച്ച് സാഹചര്യം വന്നപ്പം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നപ്പം അതിന്റെ ഒരു ഇൻഫർമേഷൻ, അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ അതൊക്കെ എത്തി വരുമ്പോഴത്തേക്ക് അതിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിന് നമ്മൾ യുദ്ധത്തിൽ ഫോഗ് ഓഫ് വാർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കൺഫ്യൂഷൻ നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇപ്പം ഇതിനെ കാണുന്നത്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ ഒരു എന്താ പറഞ്ഞ ഒരു മിസ്ചിഫ് ഉണ്ടോ ഇല്ലെന്ന്, അതായത് എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് വാർ മോങ്കറേഴ്സ് എന്നുള്ള രീതിയിലേക്കുള്ള ആളുകളുണ്ടെങ്കിൽ അത് നമുക്ക്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ
ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഒരു സംഭവം നടന്നത്. അതിനുവേണ്ടി നമ്മൾ വളരെ വ്യക്തമായിട്ട് അംബാസിഡറിനെ വിളിച്ച് നമ്മളെ ആശങ്കയും മറ്റു കാര്യങ്ങളൊക്കെ അറിയിച്ചു. ഒരു കാരണവശാലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കത്തില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. കാരണം ഇത് നമ്മുടെ സോവറിനിറ്റിയുടെ കാര്യം മാത്രം, അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആരുടെയും സ്വത്തല്ല. അതൊരു ഇപ്പൊ ഈ ഒരു ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് എല്ലാവർക്കും അവകാശമുള്ളതാണ്. അപ്പൊ ഫ്രീഡം ഓഫ് നാവിഗേഷന് വേണ്ടി എക്കാലത്തും ഭാരതം നിലപാടെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ ആർക്കെങ്കിലും ടോള് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നേവൽ ബ്ലോക്കേഡ് ചെയ്തോ ഇനി ആരായാലും ശരി, അതിനൊരിക്കലും ഭാരതം അംഗീകരിക്കത്തില്ല. അതാണ് യുഎനിലും നമ്മളെ പക്ഷം പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചോളം വളരെ നല്ല രീതിയിലാണ് ഇറാൻ ഭാരതത്തിനെ കാണുന്നത്. അവരുടെ അംബാസിഡർ ആയാലും ശരി, അവരുടെ ഫോറിൻ മിനിസ്റ്റർ ആയാലും ശരി, വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യമാണ്, ഇന്ത്യ ഞങ്ങളെ കൂടെ ഒരു ആപത്ത് സമയത്ത് ഞങ്ങളെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചോളം ആ നാവിഗേഷനിൽ പ്രശ്നം വരത്തില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇതൊരു വൺ ടൈം കൺഫ്യൂഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മളിപ്പം നാളെ മറ്റന്നാളും ചർച്ച നടന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. അതായത് നോക്കൂ, ഞങ്ങൾ അവർ അടിച്ച് തകർക്കും, ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞാൻ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കളയും, അങ്ങനെ. അത് കേൾക്കുമ്പോൾ നാച്ചുറലി ഇറാന് ആ ഒരു രീതിയിലേക്ക് അവർക്ക് പിന്മാറേണ്ട കാര്യം അവർക്ക് പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടെ പെയിൻ ടോളറൻസ്, അതായത് അവർക്ക് ഈ സഹിക്കാൻ പറ്റുന്നതിന്റെ ടോളറൻസ് ധാരാളം അവരിപ്പം ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇനിയും കുറെ കാര്യങ്ങൾ അവർക്ക് പെയിൻ സഹിക്കാം. പക്ഷെ ആ പെയിൻ നമുക്ക് എല്ലാവർക്കും കൂടി ബാധകമാണെന്നുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വലിയൊരു റോൾ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെയാണ്. അദ്ദേഹം കുറച്ചും കൂടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലൊരു പരിഹാരം കാണാം. അതല്ല ഇതേപോലത്തെ വലിയ വലിയ രീതിയിലുള്ള വാചകവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇറാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ പിന്മാറ്റം നടത്തുമോ. തീർച്ചയായും ഇറാനും ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ തന്നെയാണ് എന്ന കാര്യം ആ രീതിയിൽ ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയും പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ട്രംപ് ഇന്ന് അദ്ദേഹത്തിന്റെ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഓൾറെഡി അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് എങ്ങനെ ഇറാൻ അടച്ചു എന്ന് അവകാശപ്പെടുന്നു, അത് എങ്ങനെയാണ് അവകാശവാദം എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ട്രംപ് ഇന്നത്തെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ നാളെ ഇസ്ലാമാബാദിൽ ചർച്ചകൾ ഉണ്ടാകും എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയാണ്. അമേരിക്കൻ പ്രതിനിധികൾ എന്തായാലും എത്തുമെന്ന് പറയുന്നു. അത് ജെഡി വാൻസും ട്രൂഷ്നറും തന്നെ ആയിരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇറാൻ ഈ ചർച്ചയ്ക്ക് സന്നദ്ധമാണോ എന്ന കാര്യം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാകുന്നു എന്ന് വരുന്നു. പക്ഷേ എല്ലാ കണ്ണുകളും ഇസ്ലാമാബാദിലേക്കാണ്. ഇസ്ലാമാബാദിൽ വലിയ ഒരുക്കങ്ങൾ ഈ ചർച്ചകൾക്ക് വേണ്ടി നടക്കുന്നു. ഹോട്ടൽസ് ഒക്കെ ഒഴിപ്പിക്കുന്നു. ചർച്ചകൾക്കുള്ള എല്ലാ തരത്തിലുള്ള ആതിഥേയ സൗകര്യങ്ങളും ഒരുക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എല്ലാ കണ്ണുകളും വീണ്ടും പാകിസ്ഥാനിലേക്കാണ്. അവിടെ പാകിസ്ഥാൻ ഈ മീഡിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമായി മാറുന്നു. ഇന്ത്യ മീഡിയേഷനൊന്നുമില്ല എന്ന് പറയുമ്പോഴും വളരെ കൃത്യമായ നിലപാടുകൾ ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്നു. ഈ ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. ഇന്ത്യ ശക്തമായി പ്രതികരിക്കുമ്പോഴും ഇറാനെതിരെ എന്നാൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നില്ല എന്ന ഒരു സാഹചര്യം വരുന്നു. നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ അത് ബാധിക്കുമോ? പാകിസ്ഥാൻ മീഡിയേഷന്റെ ഒരു പ്രധാന രാഷ്ട്രമായി മാറുകയും ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ഇന്ത്യക്ക് അതിൽ ഒരു പരിധിക്കപ്പുറമുള്ള ഒരു പ്രതികരണം സാധ്യമാകാതെയും വരുന്ന സാഹചര്യം എന്നത്? അല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റ് ഓരോരുത്തരുടെയും പ്രത്യേക തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആ കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അതിനൊരു ഓട്ടോമാറ്റിസിറ്റി വരും. അപ്പോൾ ഒരാളിനെ വ്യത്യസ്തമായിട്ട് നശിപ്പിക്കാനോ അവരെ രക്ഷിക്കാനോ ഒന്നും ആ യുദ്ധത്തിലേക്ക് പോയാൽ സാധ്യമല്ല. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ടോക്സ് കുറച്ചുകൂടി നീങ്ങിയിട്ട് പിന്നെയും ഒരു സീസ് ഫയർ ഉണ്ടാകുമെന്നാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ പ്രാന്തമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിലും ദർ മസ്റ്റ് ബി സം മെത്തേഡ് ഇൻ ഹിസ് മാഡ്നസ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ടോക്സ് തുടങ്ങിയിട്ട് ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അതായിരിക്കില്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ വലിയ ഡിമാൻഡാണുള്ളത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത്.
അതുകൊണ്ട് ഈ ടോക്സ് ഇപ്പോൾ പാകിസ്ഥാനീസ് അത് മീഡിയേറ്റ് ചെയ്യുന്നു എന്നതിൽ ഇന്ത്യയിൽ കുറേ കൺസേൺ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മളൊരിക്കലും ഒരു മീഡിയേഷനുള്ള കാൻഡിഡേറ്റ് ആയിരുന്നില്ല. നമുക്ക് എല്ലാ രാജ്യങ്ങളോടും ബന്ധമുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ അവരോട് റിസ്ട്രെയിൻറ്റ് പാലിക്കാൻ പറയുന്നതിൽ കൂടുതലായി ഒരു തരത്തിലും ഏതെങ്കിലും പ്രപ്പോസൽ മുന്നോട്ട് വെക്കാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലല്ലോ. അവർ അമേരിക്കയോട് വളരെ സ്ലേവിഷായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് എല്ലാ കാലത്തും. അപ്പോൾ അവരൊരു മാസ്റ്റേഴ്സ് പോലെ അവരെ സഹായിക്കുന്നു എന്നുള്ളതിൽ കഴിഞ്ഞ് പാകിസ്ഥാൻ ഇതിൽ വലിയ റോളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെന്റിന് പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇന്ത്യ ചെയ്തില്ല, നിങ്ങളുടെ ഫോറിൻ പോളിസി തകർന്നുപോയി എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. പാകിസ്ഥാന്റെ റോളല്ല നമുക്കുള്ളത്. പിന്നെ പാകിസ്ഥാൻ ഈ മീഡിയേഷനിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഇസ്രയേലുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെയാണ് ഈ മീഡിയേഷനിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ലെബനന്റെ കാര്യത്തിൽ പാകിസ്ഥാനാണ് അവിടെ ഇൻക്ലൂഡിംഗ് ലെബനൻ എന്ന് ഇൻസേർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാണ് അത് ഉൾപ്പെടുത്തിയത് എന്നൊരു സം എഗ് ഓൺ ഹിസ് ഫേസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെന്യൂ കൊടുക്കുകയും കുറേ ഒരു സംഭാഷണത്തിന്റെ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നല്ലാതെ ഒരു നല്ലൊരു പരിഹാരം രണ്ടുപേർക്കും കൂടി മുന്നോട്ട് വയ്ക്കാനുള്ള കഴിവോ സാധ്യതയോ പാകിസ്ഥാന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല ഔട്ട്കം മറ്റൊരു സീസ് ഫയറും കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലെബനന്റെ ഇഷ്യൂ ഇപ്പോഴില്ല. അപ്പോൾ സീസ് ഫയർ ഈസ് ഓൺലി ഡയറക്ട്ലി ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.